എൻ്റെ പേര് ബിന്ദു. ഇതെൻ്റെ ഹസ്ബൻഡ് ആൻഡോ. ഇതെൻ്റെ മകൾ നിയ. 2023 ജനുവരി 6-നാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. അതിന് മുൻപ് ഞാൻ 7 വർഷമായിട്ട് ജോലിയില്ലാതിരിക്കുമായിരുന്നു. മാതാവിൻ്റെ ദൈവകൃപയാൽ എനിക്ക് ജർമ്മനിക്ക് ജോലി കിട്ടി പോകാൻ കഴിഞ്ഞു. അതിനുശേഷം ജർമ്മനി ഞാൻ ഫ്രാങ്ക്ഫർട്ട് എന്ന സ്ഥലത്താണ് ചെല്ലുന്നത്. ഇവിടുന്ന് B2 പാസ്സായിട്ടാണ് ഞാൻ പോകുന്നത്. എങ്കിലും എനിക്ക് ലാംഗ്വേജ് അത്ര ഫ്ലുവൻ്റ് അല്ലായിരുന്നു. അവിടെ ചെന്ന് ഒത്തിരി സ്ഥലങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ചെന്നതിൻ്റെ ഞാൻ നവംബർ 13-നാണ് ഞാൻ ജർമ്മനി ചെല്ലുന്നത്. ചെന്ന് ജോലിക്ക് കയറി. എനിക്ക് ഡിസംബറിൽ തന്നെ അവിടുത്തെ രജിസ്റ്റേർഡ് ലൈസൻസ് കിട്ടി, എക്സാം എഴുതാതെ തന്നെ. കാരണം എനിക്ക് 16 years എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ ആർക്കെങ്കിലും എഴുതേണ്ടി വന്നില്ല. അമ്മ മാതാവ് അവിടെ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടിയതിന് ശേഷം അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അവിടെ കയറി ഞാൻ വർക്ക് ചെയ്ത് 2nd week 3rd week ആയപ്പം അവിടുത്തെ ഹെഡ് എന്നോട് പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ലാംഗ്വേജ് ഫ്ലുവൻ്റ് അല്ല. ഓൾഡ് ഏജ് ഹോമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെക്ഷനിൽ 40 പേഷ്യൻ്റ് കാണും. അവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം. അവിടെ 4 സെക്ഷനുണ്ട്. ഡിമെൻസ് സെക്ഷൻ, മറ്റ് 3 സെക്ഷനും നോർമൽ വാർഡുകളാണ്. അപ്പോൾ അവിടെ ഈ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമാണ്. അപ്പോൾ നമുക്ക് അവരെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് വിളിക്കണം, ആംബുലൻസ് വിളിക്കണം. നമ്മുടെ ഹോസ്റ്റലിൽ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആംബുലൻസ് വിളിച്ച് നമ്മൾ വിടണം. അപ്പോൾ എനിക്ക് ഈ ലാംഗ്വേജ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഹെഡിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വന്നതേ ഉള്ളൂ, ഓറിയൻറ്റേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞില്ല നീ ചെയ്തേ പറ്റത്തുള്ളൂ, ഈ 5 days നീ ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ സ്റ്റാഫില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മ മാധവനെ മുറുകെ പിടിച്ചുകൊണ്ട് പോയി. എൻ്റെ ആയുധമായ എൻ്റെ കൊന്ത ഞാൻ കയ്യിലെടുത്തു. അതുപോലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം എപ്പോഴും ഈ സമയം വരെയും ഇപ്പോൾ ഞാൻ 2 വർഷമായി ഞാൻ ജർമ്മനിയിൽ. ഈ 2 വർഷവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം മാതാവിൻ്റെ രൂപം, ബൈബിൾ, അതുപോലെ ഒരു ചെറിയ ശ്രീബാക്കുരിശ് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ നേർച്ച വസ്തുവായ ഉപ്പും തൈലവും എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു ധൈര്യത്തോടെ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ എന്നിലുള്ള വചനം എന്നെ ശക്തനായവർക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും എന്ന വചനം ഞാൻ എപ്പോഴും വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ആ നൈറ്റ് ഡ്യൂട്ടി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വന്നാൽ എനിക്ക് റൂമിൽ നന്നായിട്ട് ഉറങ്ങുവാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഉറങ്ങാതെ പോകുന്നതിൻ്റെ ക്ഷീണം ഒരു സൈഡിൽ. കാരണം ഞങ്ങൾ 6 സ്റ്റാഫ് ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരു വീട്ടിൽ. അപ്പം നമുക്ക് അവരുടെ സൗണ്ടൊക്കെയാണ്, നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഉറങ്ങാൻ 4 മാസത്തോളം കണ്ടിന്യൂസ് പുള്ളിക്കാരി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇട്ടു. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ ചേഞ്ച് ചെയ്തില്ല. അങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. അപ്പം ഞാൻ ഇവിടെ ഹസ്ബൻഡ് നാട്ടിലുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ ജർമ്മനിയിൽ. ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുങ്ങളും നാട്ടിലാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം, എനിക്ക് ഇങ്ങനെ സ്ട്രെസ്സാണ്, ചെയ്യാൻ പറ്റുമില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഹസ്ബൻഡ് ഞാൻ വന്നതിൻ്റെ 2023 ഡിസംബറിലാണ് അവിടെ ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നത്. 2024 ജനുവരി 1st വീക്കിൽ ഹസ്ബൻഡോട് വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കാൻ പറ്റിയിട്ട്. സാധാരണ അവിടെ 6 മാസം പ്രൊഫഷണൽ പീരീഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് മാറാൻ കഴിയുകയുള്ളൂ. പക്ഷേ അമ്മ മാതാവിൻ്റെ ശക്തിയാൽ ഈശോ വഴി എനിക്ക് അവിടെ അത്ഭുതം സംഭവിച്ചു. 3 മാസത്തിനുള്ളിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. ഹാംബുർഗ് എന്ന സ്ഥലത്തേക്ക് ഞാനും എൻ്റെ കൂടെ വേറൊരു എൻ്റെ ഫ്രണ്ടും ഉണ്ട്, നീതു എന്ന് പറഞ്ഞത്. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഹാംബുർഗിലേക്ക് പോയി. അവിടെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററും ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ നാട്ടിലെ പോലെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം ഓരോ രീതിയിലാണ് അവിടുത്തെ ലാംഗ്വേജ്. നമുക്ക് അവർ പറയുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരും സ്ലാങ് അവിടെ വ്യത്യാസമുണ്ട്. ഭയങ്കര ഫാസ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു മലയാളീസ് പോലും ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിൽ എല്ലാം പല പോളണ്ട്, കാനഡ, ആഫ്രിക്ക അങ്ങനെയുള്ള രാജ്യക്കാരാണ്, പിന്നെ ജർമ്മൻകാരും. അപ്പം ഞാൻ ആകെ മൊത്തം പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അമ്മ മാതാവിൻ്റെ ആ സാന്നിധ്യം ഉടമ്പടി എടുത്തുകൊണ്ട് എൻ്റെ അമ്മ ഞാനിവിടെ കൊണ്ടുവന്നെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ചിലപ്പോൾ ഇട്ടെറിഞ്ഞ് ഞാൻ പോരും, എനിക്ക് പറ്റത്തില്ല എന്നുള്ള ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു എനിക്ക്. കാരണം ഒരു എമർജൻസി കോൾ വന്ന് അവിടെ ഒരു 1 വീക്കിൽ അവർ ഓറിയൻറ്റേഷൻ ചേർത്തുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഡ്യൂട്ടി ഞാനിവിടെ ചെയ്യണം. അങ്ങനെ വന്ന് എനിക്ക് കോളുകൾ വരുമ്പോൾ ഭയങ്കര പേടികളായി. ഞാൻ മറ്റുള്ളവരുടെ എൻ്റെ കൂടെയുള്ളവരുടെ ഫോൺ കൊടുക്കും, എന്നെ പറഞ്ഞ് എനിക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അങ്ങനെ 1 മാസമൊക്കെ അവർ ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെത്താനെ എല്ലാം ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു വചനമായിരുന്നു ഉൽപ്പത്തി 26:3. ഈ നാട്ടിൽ തന്നെ നീ കഴിഞ്ഞുകൂടുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ആ ഒരു വചനത്തെ വിശ്വസിച്ചു. എൻ്റെ ദൈവം അവിടെ എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ
ഞാനിപ്പോൾ 2 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേടിയൊക്കെ മാറി, ഞാനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഈ ഓൾഡ് ഏജ് ഹോമിൽ തന്നെ നിനക്ക് ഹോസ്പിറ്റലിലോട്ട് മാറിക്കൂടെ, നിനക്ക് ഒത്തിരി സ്ട്രെസ്സല്ലേ? കാരണം ഓൾഡ് ഏജ് ഹോമിൽ ഈ പ്രായമായവരെ നമ്മൾ എടുത്ത് പൊക്കണം, മാറ്റണം, വീൽ ചെയറിൽ അവരെ എടുത്ത് ഒരു ദിവസം 3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഹെൽത്ത് പരമായിട്ട് നമുക്ക് ഒത്തിരി ഇഷ്യൂസ് വരും. പക്ഷേ എൻ്റെ അമ്മ എന്നെ പോസ്റ്റ് ചെയ്തെങ്കിൽ എന്നെ അവിടെ നിയമിച്ചതാണ്. കർത്താവ് എനിക്ക് അവരോട് സ്നേഹത്തിൽ ഇടപെടാനും ഞാൻ അങ്ങനെ അവരുമായിട്ട് എൻ്റെ സ്വന്തം അമ്മച്ചി നോക്കുന്ന പോലെയാണ് ഞാൻ അവിടെ അമ്മച്ചമാരെ ഞാൻ നോക്കുന്നത്. ആ ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വചനത്തിൽ എപ്പോഴും വിശ്വസിക്കും. പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. ആ ഒരു ധൈര്യം എനിക്കുണ്ട്. എനിക്കൊന്നും പിന്നെ എൻ്റെ എപ്പോഴും എന്നെ ഒരാൾ ഗൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. മോളെ നീ ഇന്നത് ചെയ്യ്, നീ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. എന്തെങ്കിലും അവിടെ അമ്മച്ചിമാർ ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആംബുലൻസ് വിളിക്കണം, അവർക്ക് എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായാലും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ടൈമുകളിൽ. ഞാൻ എങ്ങനെ അവരെ വിളിച്ച് പറയും, എങ്ങനെ ഞാൻ ഇൻഫോം ചെയ്യുമെന്നൊക്കെ ഉള്ളതിൽ. കാരണം എപ്പോഴും നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യുന്ന വരത്തില്ല. അപ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ അമ്മ മാതാവ് ഈശോയെ ഉള്ളായിരുന്നു. അങ്ങനെ എപ്പോഴും ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ എനിക്ക് മുന്നമേ മാതാവ് കാണിച്ചു തരും, ഇന്നാക്കിന്നത്. അപ്പോൾ നീ പോയി നോക്ക് ഇങ്ങനെ എൻ്റെ ചെവി പറയും. ചെല്ലുമ്പോൾ കറക്റ്റായിരിക്കും, അമ്മ ചിലപ്പം വീഴാൻ പോകുമായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ സമയം വരെയും എനിക്കെല്ലാം ഇങ്ങനെ കാണിച്ചു തരും അമ്മ മാതാവിൻ്റെ കൃപ. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ ഈശോയുടെ നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് എപ്പോഴും ജോസഫച്ചനോട് പറയാനുള്ളതുപോലെ ആ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ എൻ്റെ സാലറിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് കിട്ടുന്ന സാലറി അല്ലായിരുന്നു എനിക്കവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഞാനവിടെ ഏജൻറ്റ് മുഖേന പോയെന്ന് പറയണം, ഒരു ഫിക്സഡ് സാലറി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ലാംഗ്വേജിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൻ്റെ ഹെഡിനോട് എനിക്ക് ചോദിക്കാൻ മടിയായിരുന്നു, എനിക്ക് ഇൻക്രീസ് ചെയ്ത് തരാമോ, ഇങ്ങനെ എനിക്ക് ഇപ്പോൾ ഈ സാലറി കിട്ടുന്നതെന്ന്. പക്ഷേ ഞാൻ 8 നോയമ്പിൻ്റെ സമയത്ത്, ഈ ലാസ്റ്റ് 2025 8 നോയമ്പിൻ്റെ സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പറയാതെ തന്നെ എനിക്കൊരു ചെറിയ തുകയിൽ ഞാൻ ഉദ്ദേശിച്ചതിലും എനിക്ക് ഇൻക്രിമെൻറ്റ് കൂട്ടി തന്നു. അത് ഞാൻ അതിൻ്റെ ഒരു 0.5 ഞങ്ങളുടെ ചർച്ചിൽ ഞാനത് പള്ളിപ്പണിക്കായിട്ട് ഞാനത് കൊടുത്തു. അതുപോലെ ഞങ്ങൾക്ക് അവിടെ ഓൾഡ് ഏജ് അവിടെയുള്ള ഹോസ്പിറ്റലുകളിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ നമുക്ക് ബൈനാഷണൽ ഫയർ എന്ന് പറയും, അതായത് ക്രിസ്മസ് ബോണസ്, അത് ഞങ്ങൾക്ക് കിട്ടാറില്ലായിരുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റൽ, കാരണം നമ്മൾ സിക്ക് ലീവ് എടുക്കുന്നവർക്കൊന്നും കിട്ടത്തില്ല, അത് മറ്റുള്ള സ്റ്റാഫിനും കിട്ടത്തില്ല, അത് ഒഴിവാക്കിയേക്ക് വരുന്നവർ. കാരണം ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനമാണ്. പക്ഷേ ഈ വർഷം 2000 അത് എങ്ങനെ അത്ഭുതം എനിക്കറിയത്തില്ല. ഞാൻ ഈ ലാസ്റ്റ് ഡിസംബറിൽ വന്ന് 2025 ഞാൻ ഉടമ്പടി പുതുക്കിയായിരുന്നു. പക്ഷേ ഞാനൊരു നിയോഗവും വെച്ചില്ല. അതിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുവാനും എൻ്റെ കുടുംബം ഉടമ്പടിയിൽ നിത്യത വരെ ജീവിക്കുവാനും ആത്മീയമായി കൂടുതൽ വളരുവാൻ ഇത്തരം കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്നുള്ളൂ. പിന്നെ എൻ്റെ സഹനങ്ങളെ അമ്മ തരുന്ന ഈശ്വരൻ തരുന്ന സഹനങ്ങളെ ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. അത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ അമ്മ എൻ്റെ സഹനങ്ങൾ അറിഞ്ഞ് അമ്മയെല്ലാം എനിക്ക് ആ ക്രിസ്മസ് ബോണസും കിട്ടി. അങ്ങനെയാണ് ഞാൻ ആ ഡിസംബറിൽ ടിക്കറ്റിനൊക്കെ നല്ല റേറ്റാണ്. കാരണം ഞാൻ നാട്ടോട്ട് എല്ലാ മാസവും അയക്കുമ്പോൾ എൻ്റെ പൈസയില്ല. തക്ക സമയത്ത് അവിടെ പ്രവർത്തിച്ചു. ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്ന പോലെ ഞാൻ ഒക്ടോബറിൽ നാട്ടിൽ പോകാൻ ആഗ്രഹിച്ചു. നവംബറിൽ തന്നെ ഞങ്ങൾക്ക് ആ ബോണസ് കിട്ടി. എനിക്ക് ടിക്കറ്റ് എടുത്ത് വരുവാൻ സാധിച്ചു. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് ഡിസംബറിൽ 2024 ഡിസംബർ പുതുക്കിയതിനകത്ത് ഞങ്ങൾ 5 വർഷമായിട്ട് ഞങ്ങളുടെ ഭവനം, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ചേർപ്പെങ്കിൽ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഭവനത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച പല ബുദ്ധിമുട്ടുകളുള്ളത് കാരണം, ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കാരണം എല്ലാ വർഷവും ഞങ്ങൾക്കത് ഒത്തിരി ചിലവുകളായിരുന്നു. അപ്പോൾ ഞങ്ങളത് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കും. ഓരോരുത്തർ വന്ന് കാണും, പല തടസ്സങ്ങളിലത് മാറിപ്പോയി. അപ്പോൾ 2024 ഡിസംബറിൽ ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ കാശുരൂപവും മാതാവിൻ്റെ രൂപവും പിടിച്ച് ഞാൻ ആ വീടിന് ചുറ്റും പ്രദക്ഷിണ പ്രാർത്ഥന, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ഒരു കാശുരൂപം ആ വീടിൻ്റെ സൈഡിൽ തൈലം ഉപ്പൊഴിച്ച് ഞാൻ കുഴിച്ചിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ പോയി കഴിഞ്ഞാലും ഡിസംബർ 31 ഞാനത് 24 ഡിസംബർ 31 ഞാനത് ചെയ്തത്, പ്രാർത്ഥിച്ചത്. ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്കൊരു നല്ല വാർത്ത കേൾക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചെന്ന് 2 വീക്സിനുള്ളിൽ, അതായത് ജനുവരി 2nd വീക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വീട് സെയിലായി. ഫെബ്രുവരി 1st വീക്കിന് ഞങ്ങൾ ഉദ്ദേശിച്ച തുക ഞങ്ങൾക്ക് ലഭിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് നിയ. എനിക്ക് പരീക്ഷയുണ്ടായിരുന്നു 9th. അതിനകത്ത് എനിക്ക് ഒരു സബ്ജക്റ്റ് പോയി. മമ്മി രാവിലെ എന്നും അനുദിന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞ ഒരു നമ്പർ 7 എന്നുള്ള നമ്പർ മമ്മി അത് കാണിച്ചു. അപ്പോൾ എൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് 27-ാം തീയതി ആയിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര പാടുള്ള സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അതെനിക്ക് പോയി. അപ്പോൾ ഞാനന്ന് പോയി എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാനിവിടെ കൃപാസനത്ത് വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മ എന്നെ സഹായിക്കും, അമ്മ എന്നെ വിടത്തില്ല. എന്തിനും കൂടെ നിൽക്കുന്നത് എൻ്റെ കൃപാസനമ്മ മാതാവാണ്. അതുകൊണ്ട് അമ്മ എന്നെ ഉപേക്ഷിക്കത്തില്ലെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ പരീക്ഷ എഴുതാനൊക്കെ പോയത്. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിലൂടെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി. എനിക്ക് നല്ല ഒരു മാർക്കോടെ എനിക്ക് ആ സബ്ജക്റ്റ് ജയിക്കാനായിട്ട് പറ്റി.
അതുപോലെ തന്നെ എനിക്ക് ഈ മൈഗ്രെയിൻ പ്രശ്നം അതെനിക്ക് 3 വർഷത്തോളം തുടങ്ങിയതാണ് എന്ന് പറയുന്നത്. എനിക്ക് വന്നു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ബാക്കിൽ നിന്നായിരുന്നു തുടങ്ങുന്നത്. അതെനിക്ക് ടാബ്ലറ്റ് കഴിച്ചാൽ പോലും മാറത്തില്ല. ഞാനത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എനിക്ക് മരുന്ന് തന്നിട്ടും അത് കഴിച്ചിട്ട് പോലും മാറുന്നില്ലായിരുന്നു. അതുകൊണ്ട് അത് മാറാത്തതുകൊണ്ട് മമ്മി എനിക്ക് ഉടമ്പടി തൈലവും എന്നും രാത്രി കിടക്കുന്ന സമയത്ത് തേച്ച് തരും. അതുപോലെ തന്നെ ഉപ്പ് അത് വെള്ളത്തിലിട്ട് എനിക്ക് കുടിക്കാനൊക്കെ തരും. അതെന്നും ദിവസേന ഞാൻ ചെയ്യുന്നതിലൂടെ എനിക്കമ്മ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് തന്നു. എനിക്കിപ്പം 6 മാസമായിട്ട് ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ മൈഗ്രെയിൻ വരാതെ പോലും ഇല്ല. ഇപ്പം എനിക്ക് വെയിലടിക്കുമ്പോൾ വരാറുള്ളതായിരുന്നു. വെയിലടിക്കുമ്പോഴും സ്ട്രെസ് ഉള്ളപ്പോഴും ഒക്കെ എനിക്ക് മൈഗ്രെയിൻ വരുമായിരുന്നു. ഇപ്പം എനിക്ക് മൈഗ്രെയിൻ ഇപ്പം പൂർണ്ണമായിട്ട് മാറി. എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. അമ്മ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു. ഇത്രയും അതുപോലെ തന്നെ എനിക്ക് അലർജി ഉണ്ടായിരുന്നു, ഡസ്റ്റ് അലർജി. എനിക്ക് എവിടെ നിന്നാലും എനിക്ക് അപ്പം തുമ്മും. കാരണം അത്രയ്ക്കും ഭയങ്കര ഡസ്റ്റ് അലർജി ആയിരുന്നു. അതും എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു. ഉപ്പ് എന്നും വെള്ളത്തിലിട്ട് കുടിക്കുമായിരുന്നു. അതെല്ലാം എനിക്ക് ഇത്രയും നല്ല അനുഗ്രഹം തന്നതിന് എനിക്ക് ഈശോയോടും അതുപോലെ തന്നെ എൻ്റെ കൃപാസന മാതാവിനോടും ഒരായിരം നന്ദി. അതുപോലെ നേർച്ച വസ്തുക്കൾ വഴി ഞാൻ എൻ്റെ ശരീരത്തിൽ ഉപയോഗിച്ചത് മൂലം എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ അനുഭവം എൻ്റെ ഹസ്ബൻഡ് പറയും. എൻ്റെ പേര് ആൻഡോ. എനിക്ക് 2-3 വർഷമായിട്ട് ഇടതുവശത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ വേദന ഞാൻ പല ഡോക്ടർമാരെയും കാണിച്ചുവെങ്കിലും മാറിയില്ല. പലവിധ മരുന്നുകൾ ഞാൻ ഉപയോഗിച്ചു. അതിന് ഫലമായിട്ട് എൻ്റെ ഭാര്യ അവൾ ജർമ്മനിയിലിരുന്ന് തന്നെ എനിക്ക് വേണ്ടി തൈലം പൂശി ആ ഇടതുവശത്ത് വെച്ച് അവൾ പ്രാർത്ഥിച്ചു. സത്യത്തിൽ ഞാനിത് മറന്നുപോയി. ഒത്തിരി മരുന്നൊക്കെ കഴിച്ചതുകൊണ്ട് ഇത് കുറയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലിരുന്നു. ഒരു ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ചായൻ ഇപ്പോൾ എങ്ങനെയുണ്ട് വേദന എന്ന് ചോദിച്ചപ്പോൾ അന്നേരമാണ് ഞാൻ അറിയുന്നത് ഈ വേദന പൂർണ്ണമായിട്ടും മാറി എന്ന്. അതുപോലെ തന്നെ എൻ്റെ വലത്തുകാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു. അത് ഞാൻ അബുദാബിയിൽ വെച്ച് തന്നെ എനിക്കിത് പല ഡോക്ടർമാരെയും കാണിച്ചു. അവർ പറഞ്ഞു അത് എല്ല് വളരുന്നതാണ്, അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ നാട്ടിൽ വന്ന് പല ഡോക്ടർമാരെയും കാണിച്ചപ്പോഴും അവർ ഇതുതന്നെയൊക്കെയാണ് പറഞ്ഞത്. പല മരുന്നുകൾ തന്നെങ്കിലും അതിനുവേണ്ടി പ്രത്യേകിച്ച് ചെരുപ്പുണ്ടാക്കി ഇട്ടിട്ടും എൻ്റെ വേദന കുറയുന്നില്ലായിരുന്നു. അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥന അതും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് പ്രഫലമായി അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. അമ്മ മാതാവ് എനിക്ക് പറയാനുള്ളതിൽ കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബവും അമ്മ മാതാവിനോട് എന്നും കടപ്പെട്ട് ജീവിക്കും. 4-മതായി എനിക്ക് ദൈവം തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ എനിക്കൊരു ഭവനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ചെന്ന സമയത്ത് ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ മുകളിൽ തന്നെ ഒരു റൂമിലാണ്, പേഷ്യൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു റൂമിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. 1 വർഷത്തോളം ഞാൻ അവിടെ താമസിച്ചു. ഇതിനിടയ്ക്ക് പലതും ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. മെയിൻലി എൻ്റെ സാലറിയുടെ പ്രശ്നം, പിന്നെ വീടിന് അവിടെ മീൻസ് ഒരു വലിയ സിറ്റിയാണ് ഹാംബൂർഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം അവിടെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ ഈ ഈ മാസം ഞാൻ സമർപ്പിച്ച് അതിന് മുന്നേ വണക്കമാസം ഞാൻ ഒക്ടോബറിൽ മദനോട് പ്രാർത്ഥിച്ചു. എൻ്റെ റൂമിൽ തന്നെ ഞാൻ താമസിക്കുന്ന റൂമിൽ തന്നെ ഞാൻ മാതാവിൻ്റെ ഇവിടുത്തെ സ്റ്റാച്യു ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഞാൻ കയ്യിലെടുത്ത് ഇവിടുത്തെ കൃപാസനമ്മയുടെ നൊവേനയുണ്ട്, 9 ദിവസം നൊവേന ചൊല്ലി ഞാൻ ആ റൂമിൽ തന്നെ പ്രദക്ഷിണം പോലെ പ്രാർത്ഥിച്ചു, അഖണ്ഡിച്ചമാൽ ചൊല്ലി. അതിൻ്റെ വിശ്വാസമായിരുന്നു അമ്മ ഇവിടുന്ന് അടുത്ത ഒക്ടോബറിന് മുന്നേ അമ്മ എന്നെ ഇവിടുന്ന് ഇറക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ജനുവരിയിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ജോസഫ് അച്ഛൻ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ താഴെ റൂമിൽ വന്ന് ബ്ലെസ് ചെയ്യുകയാണ്. അപ്പം എന്നോട് ആരോ പറഞ്ഞു ജോസഫ് അച്ഛൻ താഴെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓടി ചെല്ലുകയാണ്. ഞാൻ ഓടി ചെന്നപ്പോൾ ആ ഡോർ ഇങ്ങനെ അടഞ്ഞു പോവുക. അപ്പം ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണുന്നത്. അവിടെ അപ്പം അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇങ്ങനെ ബ്ലെസ് ചെയ്തു, അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു, ആ ഡോർ അടഞ്ഞു. അപ്പം ഞാൻ വിശ്വസിച്ചു അമ്മ എനിക്ക് എവിടെയോ ഒരു വീട്, അമ്മയുടെ അടയാളത്തിൽ എനിക്കൊരു വീട് അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ എന്നോട് അവിടെ നിൽക്കുന്നവരെല്ലാം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെല്ലാം വീട് കിട്ടി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, അവരെല്ലാം ഫാമിലിയെ കൊണ്ടുവന്നു, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ വിശ്വസിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഒരാളുടെ സാലറിയിലാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. എൻ്റെ സാലറിയിൽ എനിക്ക് ഒതുങ്ങത്തക്ക വിധം, എനിക്ക് ഒത്തിരി കടങ്ങളുണ്ടാകരുത്, കടബാധ്യത ഒന്നും ഉണ്ടാകാതെ എൻ്റെ സാലറിയിൽ ഒതുങ്ങത്തക്ക വിധം അമ്മ എനിക്കൊരു ഭവനം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് മാസം 13 മെയ് മാസം ഫസ്റ്റ് വീക്കിൽ ആ വീട്ടുകാരൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ തന്നെ മോളവിടെ അവർ മാറുമായിരുന്നു. അവരെങ്ങനെയോ അതൊക്കെ മാതാവിൻ്റെ ഇടപെടലാണ്. അവരിങ്ങോട്ട് ചോദിച്ചു, നിനക്ക് ഇതൊരു റൂം കിട്ടിയില്ലേ, ഇങ്ങനെ ഒരാൾ, പക്ഷേ അത് കൊച്ചു വീടാണ്, നിനക്ക് താമസിക്കാൻ പറ്റും, നിനക്ക് താല്പര്യമുണ്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കി. ആ വീട് കണ്ടു ചെന്നപ്പം ഞാൻ മദറിനോട് പറഞ്ഞു, മാതാവേ നീ എനിക്ക് തീ വീട് തരുന്ന എനിക്ക് അടയാളം കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. ആ ലിവിങ് റൂമിൻ്റെ ഒരു സൈഡ് ആഷ് കളറാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഞാനത് വിശ്വസിച്ചു, എൻ്റെ അമ്മ തന്നതാണ്.
അതുപോലെ തന്നെ അവിടെയൊക്കെ വീടിന് നമ്മൾക്കൊരു 3000 യൂറോ സാലറി ഉണ്ടെങ്കിൽ 1600 1500 നമുക്ക് അവിടെ വീടിൻ്റെ റെൻറ്റ്. അതുപോലെ ടാക്സ് ഒത്തിരിയാണ്. അപ്പോൾ ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. പക്ഷേ വെറും 650 യൂറോയ്ക്ക് എനിക്ക് റെൻറ്റിന് ആ വീട് കിട്ടി. ഒരു കൊച്ചു ഭവനം. അവിടെ വന്ന് കാണുന്നവർക്കെല്ലാം ആ ഭവനം ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് അമ്മ അങ്ങനെ ഒരു ഭവനം എനിക്ക് സാധിച്ചു തന്നു. മെയ് 30 ഞാൻ എനിക്ക് വീടിൻ്റെ കീ കിട്ടി. ഞാൻ അവിടെ കയറി താമസിച്ചു. ഇന്ന് ഞാൻ അവിടെ തന്നെ താമസിക്കുന്നു. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. പ്രത്യേകിച്ച് എൻ്റെ ജോലി സ്ഥലത്ത് അമ്മ എന്നെ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. നമ്മുടെ കുടുംബത്തെക്കാട്ടിലും നമ്മളെ മക്കളെക്കാട്ടിലും നമ്മുടെ ജീവിത പങ്കാളിയെക്കാട്ടിലും ഫസ്റ്റ് സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. കാരണം നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാർ നമ്മളോട് പിണങ്ങുകയും അവർ നമ്മളോട് പിണങ്ങിയിരിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളൊന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് സാഹചര്യത്തിലും നമുക്ക് എത്ര സഹനങ്ങളുണ്ടായാലും നമ്മുടെ കൂടെ നിൽക്കും. ദൈവം മാത്രം നമ്മളോട് ക്ഷമിക്കത്തുള്ളൂ. വേറെ ആർക്കും അങ്ങനെ ക്ഷമിക്കുവാൻ കഴിയില്ല. പ്രത്യേകിച്ച് അതുപോലെ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ആയുധം പിടിച്ച് അമ്മയുടെ കൈ പിടിച്ച് പരിശുദ്ധ ഈശോയോട് നമ്മൾ യാചിച്ചാൽ എന്താഗ്രഹവും നമുക്ക് സാധിച്ചു കിട്ടും. കാരണം എന്നെ അപേക്ഷിച്ച് ഞാൻ തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും നാട്ടിലാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്നോടുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും എന്നെ ഫാമിലി കൊണ്ടുവരാത്തതെന്ന്. പക്ഷേ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്കതേ പറ്റത്തുള്ളൂ. ഞാൻ തന്നെയാണെങ്കിലും എൻ്റെ എല്ലാ സഹനത്തിലും എൻ്റെ ജോലിയിലും എല്ലാം എൻ്റെ ഈശോ എന്നെ അവിടെ നിന്ന് കാത്തു വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞങ്ങളുടെ നാട്ടോട്ട് വരുന്നതിന് മുന്നേ അവിടെ ഈ ഡിസംബറിൽ ഭയങ്കര മഞ്ഞ് വീഴുന്ന സമയമാണ്. അപ്പം ഞാൻ ജോലിക്ക് നടന്നു പോയ സമയത്ത് നമ്മുടെ ഈ വലിയ ഐസ് കട്ടയാണ്. ആ വീഴ്ചയിൽ ഞാൻ എൻ്റെ നടുവും കൈയും എല്ലാം ഒടിയേണ്ടതാണ്. ഞാൻ പെട്ടെന്ന് സ്പീഡിൽ ടൈം പോയായിരുന്നു ഡ്യൂട്ടിക്ക് പോകാൻ. ഞാൻ ആ ഐസ് കട്ടയുടെ മണ്ടയ്ക്ക് വീണു. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. മുന്നിൽ ആരുമില്ല, ഒരു മനുഷ്യത്തിൽ ഞാൻ പൊക്കാൻ പോയി. കാരണം ഞാൻ എഴുന്നേക്കെന്ന് പറയും ഷൂ തെന്നി പോവുകയാണ്. ഞാൻ എന്നിട്ട് പരിശുദ്ധ അമ്മയെ വിളിച്ചു. അമ്മേ, എൻ്റെ മുന്നിലും പുറകിലും ആരില്ല, എന്നെ എഴുന്നേൽപ്പിക്കണേന്ന് വിളിച്ചു. എനിക്കൊരു ശക്തി കിട്ടി. ഞാൻ ഷൂ ഊരി ഞാൻ എഴുന്നേറ്റ്. ഷൂ ഇല്ലാതെ ഞാൻ എൻ്റെ ജോലി സ്ഥലം വരെ ഞാൻ നടന്നുപോയി. എല്ലാവരും പറഞ്ഞു ആ വീഴ്ചയ്ക്ക് എൻ്റെ നടുവും കൈയും എല്ലാം ഒടിയേണ്ടതാണ്. പക്ഷേ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ കാത്തു പരിപാലിച്ചു. ഒരു പരുക്കും വരാതെ എന്നെ കാത്തു സംരക്ഷിച്ചു. ഞാനെല്ലാം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞത്, ഞാനിവിടെ നാട്ടിൽ വരുമ്പോൾ ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ അതിൽ വിശേഷവിധിയായിട്ട് അച്ഛൻ എപ്പോഴും നമ്മളോട് പറയും വിശേഷവിധിയായിട്ട് നമ്മൾ ചെയ്യണമെന്ന്. ഞാൻ ചെയ്യുന്നത് വചനം എഴുതി സമർപ്പിച്ച് കൊടുക്കും. പിന്നെ ആ പത്രത്തിൻ്റെ കൂടെ തന്നെ കാശുരൂപം കൊന്തവേണ്ടവർ കൊന്തരൂപം ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഡിസംബറിൽ ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം ഈ പത്രം എൻ്റെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ ഇന്നിപ്പോൾ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, എൻ്റെ മോളെ ഞാൻ ഈ ഒരു കാശുരൂപവും പത്രം കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കും, വിശ്വപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. മാതാവി, ആർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ അർഹതയുള്ളത്, ആർക്കാണ് ഇത് വേണ്ടത്, നീ അവരെ എനിക്ക് എൻ്റെ മുന്നിൽ കാണിച്ചു തരണമെന്ന്. പക്ഷേ ഞാൻ കൊടുത്തവർക്കൊന്നും എന്നോട് വേണ്ട നിഷേധിച്ചിട്ടില്ല. എല്ലാവരും എൻ്റെ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ ഞാൻ ജർമ്മനി കൊണ്ടുപോയി എൻ്റെ ഓൾഡ് ഏജ് ഹോമിലുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കും ഒക്കെ ഞാൻ കൊണ്ട് ഈ കാശുരൂപവും ഈ പത്രങ്ങളൊക്കെ കൊടുക്കുക. അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ഞാൻ ജർമ്മൻ ലാംഗ്വേജിൽ എന്നെ ശക്തനാക്കുന്നതിനോട് എല്ലാം ചെയ്യുവാൻ സാധിക്കുന്നത് ഞാൻ ജർമ്മൻ ലാംഗ്വേജിൽ ഞാൻ എഴുതും. ആ പത്രത്തിൻ്റെ മണ്ടയ്ക്ക് എഴുതിയാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെ അമ്മച്ചിമാരൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്. ആരെങ്കിലും അലക്ഷ്യമായിട്ടിട്ടാൽ ഞാൻ അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് ചെയ്യുന്നതിന്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ ആരെങ്കിലും പത്രം, ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയും പത്രം കിട്ടുവാണെങ്കിൽ സ്കാൻ ചെയ്ത് അയക്കാൻ പറയും. അപ്പോൾ ആ സ്കാൻ ചെയ്ത് അയക്കുന്ന പത്രം ഞാൻ ഗ്രൂപ്പുകളിൽ എൻ്റെ ഫ്രണ്ട്സിന്, ചില കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കും നീ എന്നാ ഇന്ന് പത്രം അയക്കാൻ, ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ സാക്ഷ്യങ്ങൾ അയക്കാറുണ്ട്. ഞാൻ ഡെയിലിയൊക്കെ ഇപ്പം നാട്ടിൽ വെക്കേഷൻ ചില സമയത്ത് എനിക്കത് കേൾക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ജോലി ചെയ്തായിരിക്കും ഞാൻ ഒന്നും മുടക്കിയിട്ടില്ല. അതുപോലെ അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാം കേൾക്കും, ഷെയർ ചെയ്യും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, അതുപോലെ ജോമോൾ സിസ്റ്റർ നടത്തുന്ന ലിവിങ് ഓറക്കിൾസ്, സാക്ഷി വിസ്താരം, ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, ഞാൻ കേൾക്കാറുണ്ട്. അതിലൂടെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഒരു ട്രസ്റ്റിനെ ഞാൻ സഹായിക്കുന്നുണ്ട്. എനിക്ക് ദൈവം തരുന്ന ഒരു വിഹിതത്തിൽ നിന്ന് 1% ഞാൻ മാറ്റി വെക്കാറുണ്ട്. പിന്നെ ഈ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, സർജറിക്ക് വേണ്ടിയിട്ട് പൈസയില്ല, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ അപേക്ഷിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ജർമ്മനിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അവർക്ക് കൊണ്ട് ഫുഡ് കൊടുക്കാനൊന്നും വഴി എഴുതുന്നവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ബ്രെഡാണ് മെയിൻലി. അപ്പം ഞാൻ ഒന്നീ സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പൈസ കൊടുക്കും. പിന്നെ ഇവിടെ വരുമ്പം ചിലർ ഞാൻ നടന്നു പോകുമ്പം മരുന്നിന് പൈസ വേണമെന്നൊക്കെ ചോദിക്കും. അവർക്ക് എന്നെ കഴിയും വിധം ഞാൻ എല്ലാ രീതിയിലും സഹായിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളതിൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ, എന്നെ ദൈവം അവിടെ നിയോഗിച്ചതാണ് അമ്മച്ചിമാരെയും ശുശ്രൂഷിക്കാൻ. അതെനിക്കൊരു ദൈവം കൃപ തന്നിട്ടുണ്ട്. അവിടെ പലരും, ചില സ്റ്റാഫൊക്കെ ചുമ്മാ അവർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല, അവരെ സ്നേഹത്തോടെ നോക്കത്തില്ല, ഇട്ടിട്ട് പോകാറുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു കൃപ, ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഞാൻ അവരെ സ്നേഹത്തോടെ ഞാൻ നോക്കാറുണ്ട്.
ആ അമ്മച്ചിമാർക്ക് അത്രയ്ക്ക് സ്നേഹമാണ് എന്നോട്. നമ്മൾ പരിചരിക്കും. കാരണം അവരെന്ന് പറഞ്ഞാൽ ഒരു സമയമാകുമ്പം അവരെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കും. അവരെ നോക്കാറില്ല. ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ അവർ നടക്കുമെങ്കിലും ഇല്ലെങ്കിലും അവരുടെ മക്കൾ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കും. വല്ലപ്പോഴും അവരെ വന്ന് വിസിറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് തന്നെ റൂമിലിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ എനിക്ക് ഒത്തിരി കെയർ ചെയ്യാനുള്ളൊരു കൃപാവരം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വെക്കേഷന് പോന്നപ്പോൾ അവർ കരയുമായിരുന്നു ഞാൻ പോകുന്നതിന്. അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പോൾ അതിന് ആ തന്ന കൃപകൾക്കെല്ലാം നന്ദി പറയുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ കൊന്ത ചൊല്ലുവാൻ, അകണ്ട ചെമ്മല, കരുണക്കൊന്ത, അതുപോലെ ഞാൻ നടക്കും ബസ്സിലൊക്കെ. ഇപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളോടും പറഞ്ഞു, നിങ്ങൾ അകണ്ട ചെമ്മല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചൊല്ലാനുള്ള കൃപ, വചനം വയ്ക്കാനുള്ള കൃപ. അത് ഞാൻ അരമണിക്കൂറല്ല, എനിക്ക് എപ്പോൾ സമയം കിട്ടുന്നു ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യത വരെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ എൻ്റെ കുടുംബത്തിനും എനിക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവ് വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി ആയിരം നന്ദി പറയുന്നു. ഈ സാക്ഷ്യം പറഞ്ഞ് ഞാൻ താമസിച്ച് പോയതിൽ ഒരിക്കൽ കൂടി ക്ഷമയും ചോദിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. യൂഥത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം തിരുവചനം. അവിടെ നിന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതേ, അവിടുത്തെ ഹിതം നിറവേറി. ബിന്ദു ആൻഡോ എന്ന ഈ കുടുംബത്തിൻ്റെ മക്കളോടൊപ്പമുള്ള ഈ സാക്ഷ്യം വളരെ ശക്തമായി പറയാൻ ഈ മക്കൾക്ക് സാധിക്കുന്നതിൻ്റെ കാരണം അവർ ഉടമ്പടി വളരെ മനോഹരമായി ജീവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജർമ്മനിയിൽ പ്രൊബേഷൻ പീരീഡിലിരുന്ന ഈ മകൾ ആഗ്രഹിക്കാൻ പോലും സമയമില്ലാതിരുന്ന, ആഗ്രഹിക്കാൻ പോലും സാധ്യതയില്ലാതിരുന്നൊരു സമയത്താണ് ബിന്ദു ആഗ്രഹിക്കുന്നത്, എൻ്റെ ഈ ജോലിയിലെ കഷ്ടപ്പാടിൻ്റെ ഈ സ്ഥലത്തിൽ നിന്ന് എനിക്കൊരു ട്രാൻസ്ഫർ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഇടപെട്ട് അവർക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറുവാനുള്ള സാധ്യത ചെയ്തു കൊടുത്തുവെന്നാണ് ബിന്ദു ആദ്യം ഏറ്റുപറഞ്ഞ സാക്ഷ്യം. ജീവിതാനുഭവങ്ങളിലെല്ലാം അവർക്ക് ഒറ്റപ്പെട്ട് കഴിയുന്ന ബിന്ദുവിനെ എപ്പോഴും ശക്തി നൽകിയത് വചനമാണ്. എപ്പോഴും വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ എന്തു ചെയ്യണം, അവരുടെ തീരുമാനങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മ അടയാളം കൊടുത്തതിന് ശേഷമാണ് അവർ ഓരോ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. വീട് വിൽക്കുന്നതിനായാലും വീട് വാങ്ങുന്നതിനായാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോടെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിച്ചതിന് മാത്രമാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന് ഇവിടെ ശക്തമായി പറയുകയാണ്. ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് അനുകൂലമായി വരുന്നതിനെല്ലാം കാരണം അവരുടെ ഉടമ്പടി വളരെ ശക്തമാണ്. അവർ വളരെ കൃത്യമായി പാലിക്കുന്നുണ്ട്. മകളുടെ സൗഖ്യമായാലും പരീക്ഷയുടെ നല്ല മാർക്കായാലും അവരുടെ ജീവിതാനുഭവങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് ഈശോയോടൊപ്പമായിരിക്കുക എന്നാണ്. വീട്ടിലായാലും അകലെയായിരുന്നാലും തങ്ങൾ ഒന്നിച്ചല്ലെങ്കിൽ തന്നെയും അവരുടെ പ്രാർത്ഥനയുടെ വേവ് ലെങ്ത് എപ്പോഴും ഒന്നിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഒരു കുടുംബത്തെ ഈശോ നോക്കുമ്പോൾ അവർ സ്നേഹത്തിലാണോ, അവരുടെ വിശ്വസ്തതയിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊക്കെയാണ് മാറ്റുരച്ച് നോക്കുന്നത്. ബിന്ദുവും ആൻഡോയും വളരെ കൃത്യമായി, ആൻഡോയ്ക്കുണ്ടായ ഒരു അനുഭവം അത് തന്നെയാണ്. ബിന്ദു ജർമ്മനിയിൽ വെച്ചുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ നെഞ്ചിലുണ്ടായ ആ വേദന, ഷോൾഡറിലുണ്ടായ സൂചി കുത്തുന്നതിൽ പോലുള്ള കുറേ നാളുണ്ടായ വേദന ബിന്ദു അവിടെ വെച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം അറിയാതെ തന്നെ ആ വേദന ഇല്ലാതായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം അറിയാതെ നമ്മെ സ്നേഹിക്കുന്ന, നാം അറിയാതെ നമ്മെ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലും തുണയും ആശ്രയവുമെല്ലാമാണ് ഈ മക്കളിവിടെ ഏറ്റുപറയുന്നത്. ഇവിടെ ഇത്ര ശക്തമായ ഒരു സാക്ഷ്യം പറയാൻ ബിന്ദുവിന് സാധിക്കുന്നത് എല്ലാ ജീവിതാവസ്ഥയിലും ഒരു ക്രിസ്മസ് ബോണസ് പോലും പരിശുദ്ധ അമ്മ അറിയാതെ ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല എന്നാണ് ബിന്ദു ഏറ്റു പറയുന്നത്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് നമ്മുടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. അതുപോലെ തന്നെ മാതാവിൻ്റെ അപ്രൂവൽ ലഭിച്ചല്ലാതെ ഇവർ മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നവർ ഏറ്റു പറയുകയാണ്. അതാണ് നമ്മുടെ ഉടമ്പടി. ഒരു കാര്യം നാം ഈശോയ്ക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ അതെപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹവിരുന്നിൽ ചെയ്തതുപോലെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് ജോലിയില്ല, അവർക്ക് ഒന്നിച്ച് ജീവിക്കണം, അവരുടെ മക്കളുടെ അസ്വസ്ഥതകൾ എല്ലാം പരിശുദ്ധ അമ്മ ക്രമീകരിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയിൽ നാം വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും നമ്മുടെ ഉടമ്പടിയിൽ ജീവിക്കുന്നത്. നമ്മുടെ മെറിറ്റ് 0 ആയാൽ, ബിന്ദു പറയുമായിരുന്നു എൻ്റെ മെറിറ്റ് 0 ആയിരുന്നു. മെറിറ്റ് 0 ആകുമ്പോഴാണ് കൃപയൊഴുകുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് അനുഗ്രഹം അടിച്ചു മാറ്റാനല്ല, നമുക്ക് കൃപയിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിനിൽ രൂപപ്പെടുകയും ഞാൻ ക്രിസ്തു കൈമാറ്റം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പൂർണ്ണമാവുന്നതെന്ന് നാം മനസ്സിലാക്കുകയാണ്. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.